ഹായ് ഫ്രണ്ട്സ്, PSC വേദിക് മന്ത്രയിലേക്ക് സ്വാഗതം. PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളാണ്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ബൊക്കാറോ നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്, റഷ്യയാണ് സഹായിച്ചത്. അടുത്ത ഭിലായ് ഛത്തീസ്ഗഡിലാണ്, അതും റഷ്യയാണ് സഹായിച്ചത്. റൂർഖേല ഒഡീഷ ജർമ്മനാണ് സഹായിച്ചത്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശിലാണ്, റഷ്യയാണ് സഹായിച്ചത്. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ, ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ, റൂർഖേല ഒഡീഷ ജർമ്മൻ, ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ ബ്രിട്ടൻ, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശ് റഷ്യ. അടുത്ത ചോദ്യം, രോഗങ്ങളും രോഗകാരികളുമാണ്. എല്ലാ പ്രിലിമിനറി എക്സാമിനും ആവർത്തിച്ച് ചോദ്യം വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗമാണ്. ക്ഷയരോഗം പരത്തുന്ന രോഗകാരിയായ സൂക്ഷ്മാണുവാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് SCERT ഫാക്ട്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മേഖലകൾ നന്നായിട്ടൊന്ന് നോക്കി വെക്കണം. ക്ഷയരോഗം പരത്തുന്ന രോഗകാരിയായ സൂക്ഷ്മാണു ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ് ചികിത്സാ രീതിയാണ് നൽകുന്നത്. ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. അപ്പം വാക്സിൻ ഏതാണ്? BCG വാക്സിനാണ് ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്നത്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോമെൽറ്റസ്. ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോമെൽറ്റസ്. എലിപ്പനിയുടെ രോഗകാരിയായ സൂക്ഷ്മാണു ഏതാണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. എലിപ്പനിയുടെ രോഗകാരിയായ സൂക്ഷ്മാണുവാണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. ടൈഫോയിഡ് പരത്തുന്ന രോഗകാരിയായ സൂക്ഷ്മാണു ഏതാണ്? സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡ് പരത്തുന്ന രോഗകാരി ഏതാണ്? സാൽമൊണല്ല ടൈഫിയാണ്. ബാക്ടീരിയ ആണ്, അതൊരു ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ്. ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ, ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി, ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്. അടുത്ത ജീവിതശൈലി രോഗങ്ങളാണ്. പ്രമേഹ രോഗം ഉണ്ടാകുന്നത് ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ് കാരണം. ഇൻസുലിൻ്റെ കുറവ് കൊണ്ടോ പ്രവർത്തന വൈകല്യം കൊണ്ടോ ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നത് എന്തിന് കാരണമാണ്? ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള കാരണമാണ്. ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള കാരണം കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതും എന്തിന് കാരണമാകുന്നു? പക്ഷാഘാതം ഉണ്ടാവാൻ കാരണമാകുന്നു. അമിത രക്തസമ്മർദ്ദം, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് അമിത രക്തസമ്മർദ്ദം ഉണ്ടാവാനുള്ള കാരണമാകുന്നു. ഹൃദയാഘാതം, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ജന്തുക്കൾ പരത്തുന്ന രോഗങ്ങളാണ്. ആന്ത്രാക്സ്, അകിടുവീക്കം. രണ്ടിൻ്റെയും രോഗകാരി ആരാണ്? ബാക്ടീരിയ ആണ്. ആന്ത്രാക്സ്, അകിടുവീക്കം കാരണം ബാക്ടീരിയ ആണ്. വൈറസ് രോഗം, കുളമ്പ് രോഗം എന്താണ്? ഒരു വൈറസ് രോഗമാണ്. കുളമ്പ് രോഗം ഒരു വൈറസ് രോഗമാണ്. സസ്യങ്ങൾക്കുണ്ടാകുന്ന ചില രോഗങ്ങളാണ്. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും വഴുതനയിലെ വാട്ടരോഗത്തിനും കാരണം ബാക്ടീരിയ ആണ്. പയർ, മരിച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലയിലെ കുറുനാമ്പ് രോഗം കാരണം ഏതാണ്? വൈറസാണ്. പയർ, മരിച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗത്തിനും വാഴയിലയിലെ കുറുനാമ്പ് രോഗത്തിനും കാരണം വൈറസാണ്.
കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ കാരണം ഫംഗസ് ആണ്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പുചീയൽ എന്നിവയ്ക്ക് കാരണം ഫംഗസ് ആണ്. ദേശീയ ജലപാതകൾ. ദേശീയ ജലപാത 1 ഗംഗ, ഭാഗീരഥി, ഹൂഗ്ലി നദികളിലൂടെയാണ് പോകുന്നത്. അലഹാബാദിനെയും ഹാൽഡിയെയും ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 1 അലഹാബാദിനെയും ഹാൽഡിയെയും ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 2 സാദിയയെയും ധൂബ്രിയെയും ബന്ധിപ്പിക്കുന്നു. സാദിയ ധൂബ്രി ദേശീയ ജലപാത 2 അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയ ജലപാത 3 കൊല്ലം, കോഴിക്കോട് തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊല്ലത്തെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ കനാലുകളിലാണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ കനാലുകളിലാണ്. കൊല്ലം, കോഴിക്കോട് ആയിട്ട് ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 4 ഗോദാവരി, കൃഷ്ണ നദികളിലാണ്. കാക്കിനഡയെയും പുതുച്ചേരിയെയും ബന്ധിപ്പിക്കുന്നു. കാക്കിനഡയെയും പുതുച്ചേരിയെയും ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത 4. ദേശീയ ജലപാത 5 താൽച്ചറിനെയും ധാമ്രയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബ്രാഹ്മണി, മഹാനദി ഇവയ്ക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയ ജലപാത 5 ബ്രാഹ്മണി, മഹാനദി താൽച്ചറിനെയും ധാമ്രയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു.